ABVPയുടെ സമരം വിജയത്തിലേക്ക് PM ശ്രീ പദ്ധതി നടപ്പാക്കുന്നത് സംബന്ധിച്ച വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളെ ചർച്ചയ്ക്ക് വിളിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ബുധനാഴ്ചയാണ് ചർച്ച നടക്കുക. കേരളത്തിൽ PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട ഏക വിദ്യാർത്ഥി സംഘടന ABVP ആണ്. PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവയ്ക്കും വരെ ABVP വിദ്യാർത്ഥികൾക്കായി പോരാടുമെന്ന് ABVP സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഗോകുൽ കൃഷ്ണൻ പറഞ്ഞു. ഇത് ABVPയുടെ സമര വിജയമാണ്. PM ശ്രീ പദ്ധതിയെ പറ്റി അറിയില്ല എന്ന് പറഞ്ഞ, ABVP എന്ത് വിഷയത്തിലാണ് സമരം ചെയ്യുന്നതെന്ന് അറിയില്ല എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിക്ക് PM ശ്രീ പദ്ധതിയിൽ ABVPയെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട സാഹചര്യം എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം, സ്വന്തം പേര് വള്ളിപുള്ളി തെറ്റാതെ എഴുതാൻ അറിയാത്ത കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ABVPയുടെ സമരത്തിന്റെ ചൂടറിഞ്ഞിരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിൽ ഈ ബുധനാഴ്ച ABVPയെ ചർച്ചയ്ക്ക് വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് വി ശിവൻകുട്ടിക്ക് എത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് കാര്യങ്ങൾ. നമുക്കറിയാം, അതിക്രൂരമായി മർദ്ദിച്ചാലും 1000 കേസ് ചാർത്തി തന്നാലും ജയിലറകളെ പുൽകണ്ടി വന്നാലും വിദ്യാർത്ഥി അവകാശ സമരങ്ങൾക്ക് വേണ്ടി മുൻപന്തിയിൽ ABVP ഉണ്ടാവും. PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കുന്നിടം വരെ ശക്തമായ സമര പോരാട്ടങ്ങളുമായിട്ട് ABVP വിദ്യാർത്ഥി പക്ഷത്ത് നിന്ന് പോരാടും. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ചേരുന്നു. ശാലിനി, നമുക്കറിയാം ഈ PM ശ്രീ പദ്ധതി സംബന്ധിച്ച് ABVPയുടെ പരാതി ലഭിച്ചിട്ടില്ല എന്നാണ് മന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. എന്നാൽ ഇതും കളവാണെന്ന് വ്യക്തമാകുകയാണ്. കാരണം കഴിഞ്ഞ ഏപ്രിലിൽ തന്നെ ABVP മന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. അത് അവർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവയ്ക്കുകയും ചെയ്ത കാര്യമാണ്. ഇങ്ങനെ മന്ത്രിയുടെ ഓരോ വാദങ്ങളും ഒന്നൊന്നായി പൊളിയുന്ന സാഹചര്യത്തിലാണോ ഇപ്പോഴത്തെ ഈ പുതിയ നിലപാട് മാറ്റം? രോഹിണി, തീർച്ചയായും അത് തന്നെയാണ്. കാരണം PM ശ്രീ പദ്ധതിയുടെ തുടക്കം മുതൽ തന്നെയുള്ള അറിയിപ്പ്, നോട്ടിഫിക്കേഷനുകൾ വന്നു. അതിന് പിന്നാലെ കേരളം അതിൽ ഒപ്പുവെക്കില്ല എന്നുള്ള തീരുമാനം വരുന്നു. അതിൽ CPI മുൻനിരയിൽ തന്നെ നിൽക്കുന്നു. CPI ആണ് ആദ്യഘട്ടങ്ങളിൽ മുതൽ ഇതിലൊരു എതിർപ്പ് അറിയിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് CPM-ഉം അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുകയും തങ്ങൾ ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് സഹകരിക്കില്ല, ഒപ്പുവെക്കില്ല എന്ന് കേന്ദ്രത്തെ അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തത്. ജമ്മു കാശ്മീർ അടക്കമുള്ള സംസ്ഥാനങ്ങൾ, ഭൂരിപക്ഷം സംസ്ഥാനങ്ങളും ഈ ഒരു പദ്ധതിയുമായി ഒത്തുചേർന്ന് പ്രവർത്തിക്കുകയും കോടികളുടെ സഹായം ഓരോ സംസ്ഥാനങ്ങളിലേക്ക് എത്തുമ്പോഴുമാണ് കേരള സർക്കാർ ഈ ഒരു പദ്ധതിയുടെ മുഖം തിരിഞ്ഞു നിൽക്കുന്നത്. ഇതിനെതിരെയാണ് ABVP ശക്തമായ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരികയും ചെയ്തത്. അതിലാണ് ഈ ഏപ്രിലിൽ മന്ത്രി അടക്കമുള്ളവർക്ക് നേരിട്ട് ഈ PM ശ്രീ പദ്ധതി നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുന്നു. ഒപ്പം തന്നെ നടപടികൾ വേഗത്തിലാക്കണമെന്ന് അറിയിക്കുകയും വിദ്യാർത്ഥികളുടെ സഹായവും ഉന്നമനവും ലക്ഷ്യം വെച്ചുകൊണ്ട് കേന്ദ്രം നടക്കുന്ന പദ്ധതികളിൽ പിറകോട്ട് പോകരുത് എന്ന് അറിയിക്കുകയും സർക്കാരിനെ ചെയ്യുകയും ചെയ്തിരുന്നു. പക്ഷേ അതിനുശേഷവും ശക്തമായ രീതിയിൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഇടത് സർക്കാർ. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് കഴിഞ്ഞ ദിവസങ്ങളടക്കം സെക്രട്ടേറിയറ്റിലേക്ക് പ്രതിഷേധ മാർച്ച് ABVP സംഘടിപ്പിച്ചു. തൊട്ടു പിന്നാലെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയിലടക്കം മന്ത്രി വി ശിവൻകുട്ടിക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത രീതിയിൽ പ്രതിഷേധങ്ങളും കാണേണ്ടി വന്നു. വാഹനത്തിന് നേരെ കരിങ്കൊടി കാണിക്കുന്ന പ്രതിഷേധ മാർഗങ്ങളടക്കം ABVP സംസ്ഥാന വ്യാപകമായി സ്വീകരിക്കുകയും ചെയ്തു. ഈ പ്രതിഷേധങ്ങൾ ശക്തമായതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാണ്. വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാണ് എന്ന് അറിയിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബുധനാഴ്ച ABVP ഒരു ചർച്ചയ്ക്ക്, അല്ലെങ്കിൽ ABVP പ്രവർത്തകരെ വിദ്യാഭ്യാസ മന്ത്രി, വിദ്യാഭ്യാസ വകുപ്പ് ഒരു ചർച്ചയ്ക്ക് വിളിച്ചിട്ടുള്ളത്. ഈ ചർച്ചയിൽ പ്രധാനമായും എന്തൊക്കെയാണ് മുന്നോട്ട് വെച്ചിട്ടുള്ള ആശങ്കകൾ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ABVPയുടെ പ്രതിനിധികൾ സർക്കാരിനെ അറിയിക്കും. സർക്കാരിന് പറയാനുള്ളത് ABVP കേൾക്കുകയും ചെയ്യും. അതിലൊരു തീരുമാനമായില്ലെങ്കിൽ PM ശ്രീ പദ്ധതിയിൽ കേന്ദ്രം നൽകിയിട്ടുള്ള PM ശ്രീ പദ്ധതിയിൽ കേരളം ഒപ്പുവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിലും ABVP സംസ്ഥാന നേതൃത്വം അറിയിക്കുകയും ചെയ്യുന്നത്. രോഹിണി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.